ഹലോ ഗായ്സ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാലക്കുടിയിലുള്ള വാസുവേട്ടൻ്റെ കടയിലെ താറാവ് കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു താറാവ് കറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കേഷന് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4-5 പ്രാവശ്യം വന്ന് കഴിക്കുന്ന ഒരു സ്പോട്ടാണിത്. എൻ്റെ ഒരു സീക്രട്ട് സ്പോട്ട് എന്ന് വരെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിക്ക് പോകുമ്പോൾ എലഞ്ഞപ്രിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ കടയാണ്. ചെറിയ കടയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും കയറാതിരിക്കരുത്. പക്ഷെ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അസാധ്യമായ ടേസ്റ്റ് ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആൾക്കാർ വന്നിട്ട് പല വീഡിയോകൾ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കാണ് ആദ്യമായിട്ട് ഒരു റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് നമ്മളുടെ ശിവൻ ചേട്ടൻ നമുക്ക് എഗ്രി ചെയ്തത്. ശിവൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ വാസുവേട്ടന്റെ മകനാണ്. ശരിക്കും ഈ കട ഒറിജിനലി തുടങ്ങിയത് നമ്മളുടെ വാസുവേട്ടൻ തന്നെയാണ്. ആ പേരിൽ തന്നെയാണ് ഈ കട പോപ്പുലർ ആയിരിക്കുന്നതും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആൾക്കാർ അറിയുന്നതും അതുവഴി മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ കടയിലെ ഇവരുണ്ടാക്കുന്ന ഈ താറാവ് കറിയുടെ റെസിപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ സ്പെഷ്യൽ കൂട്ട് എങ്ങനെയാണെന്ന് നമുക്കത് നോക്കാം. ചേച്ചി നമസ്കാരം. അപ്പൊ നമ്മളുടെ വാസുവേട്ട കടയിലെ ഷെഫാണ്. അപ്പൊ നമുക്ക് ഹോട്ടലിലൊക്കെ സാധാരണ ആണുങ്ങളാണ് ഷെഫ്മാർ. ഇവിടുത്തെ ചേച്ചിയാണ് ഇവിടുത്തെ ഫുഡിന്റെ എന്താ പറയാ ഉണ്ടാക്കിയതിന്റെ കൈപ്പുണ്യം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലുള്ള ശക്തി എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പൊ ചേച്ചി ഞാനേ പലപ്പോഴും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ചേച്ചി അറിയാലോ, ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. നമ്മള് ഇവിടെ കഴിക്കുന്ന ടേസ്റ്റ് ബാക്കി ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചത്. എന്താണ് നമ്മളുടെ ഈ ഒരു ടേസ്റ്റിന്റെ പ്രത്യേകത? ഇവിടെ പൊടിപ്പിച്ചുണ്ടാക്കുന്നത് അല്ലേ? ശരി. പിന്നെ നമ്മൾ നാടൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നല്ലേ? എല്ലാം ഇടിച്ചുണ്ടാക്കി. ചേച്ചി റെസിപ്പി എവിടുന്ന കിട്ടിയത് അല്ലെങ്കിൽ എവിടുന്ന പഠിച്ചത്? അമ്മയുടെ പഠിച്ചതാണ്. അതിന്റെയാണ് ഒരു പ്രത്യേകത. അതിന്റെയാണ് ആ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് നിൽക്കുന്നതാണ്. അപ്പൊ കഴിച്ച് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ താറാവ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ മസാലകളും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി നമുക്ക് മാരിനേഷൻ തുടങ്ങിയാലോ? നമ്മളിത് താറാവ് എത്ര കിലോ എടുത്തേക്കുന്നത്? 7 കിലോ താറാവാണ് അല്ലേ? നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് എന്താ ചേച്ചി? നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നല്ലേ? ഒരു 2 പിടി ഉപ്പ്, കൈയളവാണ് അല്ലേ? വിനാഗിരി ഒഴിക്കണം നമ്മള്. വിനാഗിരി എത്ര? 4 ടീസ്പൂൺ അടക്കം നമ്മള് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതെന്തെങ്കിലും ഉണ്ടാവും ചേച്ചി? 5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലി മുളക് പൊടിയുടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ് നമ്മള് 2.5 ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത്. ഓക്കെ. പെരിഞ്ചീരകം അല്ലേ? അത് എത്ര? ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടല്ലേ? നമ്മൾ തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അടുത്തതാണ് നമ്മൾ ഇടുന്നത് 50 ഗ്രാം ഇഞ്ചിയാണ് നമ്മൾ ഇതിലിടുന്നത്. 10-15 പച്ചമുളക്, കറിമുളക് അല്ലേ? ഓക്കെ, ശരി. വേപ്പില നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട്. സവോള ഇടുന്നുണ്ട്. സവോള എത്ര ഉണ്ടാവും ചേച്ചി? ഒരു 4-5 നീളത്തിലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ട്. അതല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. മൂന്നാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലാണ് വെള്ളം ഒഴിക്കണില്ല ഇതിനകത്ത്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. ഇനി അടുത്തെന്താ ചേച്ചി? ഉള്ളി കാച്ചി നമ്മൾ തടുക്കായിട്ട് മുകളിൽ ഒഴിക്കും അല്ലേ? വേറെ എക്സ്ട്രാ മസാല ഇടുന്നുണ്ടോ? ഗരം മസാല ഇടുന്നു നമ്മൾ ഇതില്? ഓക്കെ, ശരി. അപ്പൊ എങ്ങനെ മല്ലിയില വരും? അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേണം. ശരി. അപ്പൊ ചേച്ചി പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ട് നമ്മളിപ്പോ 3-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ കുക്കായിട്ട് നമ്മുടെ ഈ പാല് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിക്കും. അതും വറ്റി കഴിയുമ്പോൾ ലാസ്റ്റ് അത് ഇത് ഉരുളക്കിഴങ്ങും. അതിനുശേഷം നമ്മൾ തനിപ്പാൽ ഒഴിക്കും. അത്രയാണ്. ഇത് സിമ്പിളായുള്ള റെസിപ്പിയാണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം അല്ലേ? അടിപൊളി. നമ്മളുടെ താറാവ് നമ്മള് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇവര് വിറകടുപ്പിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രത്യേകതകൾ ഉണ്ടാകാൻ വഴിയുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ ശിവചേട്ടൻ. ഓക്കെ, അതായത് വാസുവേട്ടൻ്റെ മോനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല സുഹൃത്താണ്. ഞാൻ പല പ്രാവശ്യം വന്ന് കഴിച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊണ്ട് കിട്ടിയതാണ് ഈ ഒരു വീഡിയോ. കാരണം ചേട്ടൻ അറിയാലോ, വേറൊരു ചാനലിന് നമ്മൾ റെസിപ്പി വീഡിയോ കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ, നമ്മുടെ ചാനലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം കൺസിഡർ ചെയ്യുക. അപ്പോൾ ചേട്ടാ, നമ്മൾ ഇത് എന്താ ഉണ്ടാക്കണേ? കോഴി റോസ്റ്റ് അല്ലേ? ആഹാ, അടിപൊളി സ്മെല്ലാണ് ചേട്ടാ. ഒരു സാധനം മീൻ വറ്റിച്ചതല്ലേ? ആഹാ, നമ്മളിത് ഏതാ മീനാ ഉപയോഗിക്കുന്നത്? കേരമീനാണോ? സൂപ്പർ മീനാണോ? പാല് പിഴിഞ്ഞ കറിയാണോ അല്ലേ? ഇതെന്താ ചേട്ടാ ഇത്? നിങ്ങൾ വരുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യണം. കാരണം ഒരു ഐറ്റം പോലും നമുക്ക് ഇതിനകത്ത് മോശം എന്ന് പറയാനില്ല. ഈ താറാവിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ എല്ലാ ഫുഡും, ബീഫ് ആയാലും ചിക്കൻ ആയാലും ഈ പറഞ്ഞ മീൻകറി ആയാലും, മീൻകറിയുടെ കളറെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ചേട്ടാ. ടേസ്റ്റ് ചെയ്യണ്ട, കണ്ടാ അറിയാൻ സാധനം സൂപ്പർ ആണെന്നുള്ളത്, അതാണ് അതിന്റെ കാര്യം. ഓക്കെ, അടുത്തതെന്താ ചേട്ടാ നമുക്കവിടെ? ആഹാ, ഇപ്പൊ നമുക്ക് ചെറിയ റോസ്റ്റ് രീതിയിലാണ്. ഇനി ഡ്രൈ ആക്കി. അത് ശരി ശരി. ഇതെന്താ ഉണ്ടാക്കുന്നത് ചേട്ടാ? ഇത് ബീഫും കായും. ഓക്കെ, നമ്മുടെ തൃശ്ശൂരുടെ സ്പെഷ്യൽ സാധനമാണ്. ഇത് നമ്മളുടെ മാങ്ങാക്കറിയാണ്. നമ്മളെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന മാങ്ങാക്കറി. ഇവിടുത്തെ മാങ്ങാക്കറിയും സ്പെഷ്യലാണ്. ശരിക്കും നമ്മളൊരു അങ്കമാലി മാങ്ങാക്കറി അതാന്ന് പറയാം. ഇത് നമ്മുടെ താറാവ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒഴിച്ച നമ്മളുടെ മൂന്നാം പാല് വറ്റുന്ന വരെ നമ്മൾ കുക്ക് ചെയ്യണം. നന്നായിട്ടൊന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1.5 കിലോ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ ഇത് ഫസ്റ്റത്തെ പാൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ടല്ലേ? ശരി. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ടല്ലേ? ഇത് എന്തേരം ഉണ്ടോ ചേട്ടാ? ഇത് 2 ലിറ്റർ രണ്ടാം പാൽ ഒഴിക്കണം നമ്മള്. ആഹാ. ഗൈസ്, അടുത്തായിട്ട് നമ്മുടെ താറാവറിക്ക് ആവശ്യമായുള്ള നമ്മുടെ താളിപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് നമ്മളുടെ കുഞ്ഞുള്ളിയും അതുമാതിരി നമ്മുടെ വെളുത്തുള്ളി ഇടുന്ന മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എന്താ എടുത്ത് ചേച്ചി? ഇതില് വറ്റൽമുളകും കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് തിക്കായിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഫസ്റ്റത്തെ പാൽ ഒഴിക്കുകയാണ്. ഇപ്പൊ ചേച്ചി ഒഴിച്ചു. ഇനി നമ്മൾ വീണ്ടും ഇത് തിളയ്ക്കാൻ നിൽക്കും അല്ലേ? മെല്ലെ തിളച്ചാൽ മതി അല്ലേ? കുരുമുളക് പൊടി നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഇടുന്നല്ലേ? 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട്. നമ്മളെ എല്ലാ ഐറ്റംസും നമ്മുടെ താറാവറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് നമ്മുടെ ഗരം മസാല ഇട്ടു. അതിനുശേഷം നമ്മൾ മല്ലിയിലിട്ടു. ഇനിയുള്ളത് നമ്മുടെ താളിപ്പല്. അപ്പോൾ നമ്മളുടെ താറാവ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ താളിപ്പൂണ് ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ലെവലും മണമാണ് വരുന്നത്. നല്ല അടിപൊളി ഫ്ലേവർ. നമുക്ക് 10 കറിയൊന്നും വേണ്ട. ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3 പ്ലേറ്റ് ചോറുണ്ട്. അതുമാതിരിയുള്ള സ്മെല്ലാണ് വരുന്നത്. ഷെഫ് ഒരു രക്ഷയിലൂടെ അടിപൊളി ടേസ്റ്റ്. അപ്പൊ ചേച്ചി ടേസ്റ്റ് ചെയ്യുന്നില്ലേ? എന്റെ ആവശ്യം സംഭവം നല്ലത് ഉറപ്പാണല്ലേ? അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ ശരി ചേട്ടാ, വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് അവർ ഏത് സമയത്ത് വരുന്നതായിരിക്കും നല്ലത്? അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ മെനു ആണ് കൊടുക്കുന്നത്? ഇവിടെ 11:30 തുടങ്ങി ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു 3, 3:30, 4, 5 മണി വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ. പക്ഷെ ഞാൻ പലപ്പോഴും വന്നപ്പോഴും 2 മണിക്ക് 3 മണിക്ക് ഫുഡ് തീർന്നു പോയിട്ടുണ്ട്. നമ്മൾ ലിമിറ്റിലെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ലാഗ് ചെയ്ത് പോയാൽ കച്ചവടത്തിൽ കുറവാണെങ്കിൽ അത് 5 മണി വരെയൊക്കെ നീണ്ടു നിൽക്കും. ശരി ശരി. അങ്ങനെയാണ്. പിന്നെ ഭക്ഷണത്തില് നമുക്കിവിടെ മെയിനായിട്ട് കോഴി, പോത്ത്, താറാവ്, ആട്, മുയല്. മുയലും ഉണ്ടല്ലോ നമുക്ക്. പിന്നെ മീനില് ചെമ്മീൻ, കൊഴുവ, കൂന്തല്, മീൻമുട്ട, മീനിന്റെ ലഭ്യത അനുസരിച്ച് നെയ്മീൻ, പിന്നെ അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. മീൻ കറി, മീൻ വറ്റിച്ചത്, മീൻ വാഴ പൊള്ളിച്ചത്, അതെല്ലാം ഉണ്ടാവും. ശരിക്കും നാടൻ ഫുഡ് എന്തൊക്കെ ഉണ്ടോ അതിവിടെ കിട്ടും. അത്യാവശ്യം അതെല്ലാം ഉണ്ട്. അതില് വേറെ കാര്യം പറയുന്നത്, നാടൻ ഫുഡ് എന്നുള്ളൊരു ഉപരി ഇനി എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് കാരണം ടേസ്റ്റ് ആണ്. ഞാനൊരു ഷെഫാണ്. അപ്പൊ നമ്മളെ ഈ ഷെഫ്മാരെ നമ്മൾ ഫുഡ് കൊടുത്ത് ഇംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
അത് ഇഷ്ടപ്പെടുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് വിശ്വസിച്ച് വരാൻ പറ്റും. പിന്നെ ചേട്ടാ വേറെ കാര്യം ചോദിക്കണം, നമ്മളിവിടെ രാവിലത്തെ കഞ്ഞി കൊടുക്കുന്നത് രാവിലെ ഒരു 9:30 ആകുമ്പോൾ കഞ്ഞി കപ്പ സ്റ്റാർട്ട് ചെയ്യും. അത് അച്ഛനൊക്കെ ആയിട്ട് ചെയ്യുന്ന കാലത്ത് തുടങ്ങിയുള്ളതാണ്. ആദ്യം തുടങ്ങിയത് നിങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിപ്പോഴും നിലനിർത്തി കൊണ്ടുപോകും. പിന്നെ വരുമ്പോൾ ഇപ്പൊ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ സർവീസിങ്ങിനൊക്കെ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾ ക്ഷമിക്കും. തിരക്ക് സർവീസ് വേണം, നമുക്ക് ഫുഡ് മതി, ഇവിടുത്തെ ഫുഡ് കിട്ടിയാൽ മതി. അപ്പൊ എന്നാലും നമ്മൾ പരമാവധി എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ശരി ശരി. പിന്നെ നമ്മളിവിടെ പലപ്പോഴും ഞാൻ വരുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് കയറുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും സംഭവം ടേസ്റ്റ് ആണ്, വേർത്താണ്, ധൈര്യമായിട്ട് പറയാം. അപ്പൊ ശിവൻ ചേട്ടാ താങ്ക് യു സോ മച്ച് ചേട്ടാ, വളരെ ഉപകാരം.